ജനനവും മരണവുമാണ് ജനന മരണ ചക്രത്തിൻ്റെ ആധാരം. കാലാവസ്ഥാ വ്യതിയാനമാണ് ഋതുചക്രത്തിൻ്റെ ആധാരം. സൂര്യൻ്റെ വെളിച്ചം ഉള്ളതും ഇല്ലാത്തതും സൂര്യനെ സെൻട്രലൈസ് ചെയ്തുകൊണ്ടാണ് ദിനരാത്ര ചക്രം. ഈ കാലചക്രത്തിൻ്റെ സെൻട്രൽ പോയിന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആത്മാക്കളുടെ ചക്രിക പ്രക്രിയ, ആത്മാവിൻ്റെ ഊർജ ശോഷണമാണ് ഈ ചക്രീയ പ്രക്രിയയുടെ ആധാരം. ഈ കാലചക്രത്തിൻ്റെ ചിത്രത്തിൽ നോക്കൂ, ഇതിൽ 4 മുഖ്യ പാദങ്ങൾ നമുക്ക് കാണാം. ലാസ്റ്റിൽ ചെറിയൊരു ഭാഗം, 5-ാമത്തത്. ഈ കാലചക്രത്തിൽ ആദ്യ ഭാഗം നമ്മൾ കാണുന്നത് ആത്മാവ് അതിൻ്റെ സമ്പൂർണ്ണ ഊർജ നിലവാരത്തിൽ, ഏറ്റവും ഉയർന്ന ഊർജ നിലവാരത്തിലിരുന്ന അവസ്ഥയാണ്. ആ ഉയർന്ന ഊർജ തലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഊർജത്തിൻ്റെ ആ പ്രവാഹം ഉണ്ടാവുന്നത് പ്രകൃതിയിൽ നമ്മൾ നോക്കിയ ഏറ്റവും ഉന്നത അവസ്ഥയിൽ നിന്ന് പിന്നീട് ഊർജ ശോഷണം, നമ്മൾ തിയറി ഓഫ് എൻട്രോപ്പി പഠിച്ചിട്ടുണ്ട്. ഊർജ ശോഷണം സംഭവിക്കും എല്ലാ വസ്തുക്കൾക്കും ഈ ഭൂമിയിൽ. വീണ്ടും ഊർജം കുറയുന്ന അവസ്ഥ, അതാണ് 2-ാമത്തെ പാദത്തിൽ കാണിച്ചിരിക്കണം. വീണ്ടും 3-ാമത്തെ പാദം കാലചക്രത്തിൽ കാണിച്ചിരിക്കുന്ന ഊർജം വീണ്ടും കുറയണം. അതായത് ആത്മാവിൻ്റെ ജയ-പരാജയ കളിയെ കാണിക്കുക, നന്മ തിന്മകളുടെ ആ കളിയെ കാണിച്ചിരിക്കുക. വീണ്ടും ലാസ്റ്റ് പാദത്തിൽ കാണിച്ചിരിക്കുന്ന ഊർജം ഏറ്റവും താഴ്ന്ന അവസ്ഥയിലെത്തിയ